AI ക്രിയേറ്റഡ് വീഡിയോസ് യൂസ് ചെയ്തിട്ടും നമുക്ക് പൈസ ഉണ്ടാക്കാം. AI ജനറേറ്റഡ് കണ്ടന്റ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫ്രീ ആയിട്ട് AI വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോലും AI-യിലൂടെ പറഞ്ഞിട്ട് എനിക്കൊരു AI ജനറേറ്റഡ് വീഡിയോ ആക്കി മാറ്റാനായിട്ട് പറ്റും. ഇതേപോലുള്ള വീഡിയോസ് എങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം? ഹലോ, ഈ AI-യുടെ കാലഘട്ടത്തിൽ AI ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാം, അതാണ് ഇന്നത്തെ ക്ലാസ്. ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഫേസ് കാണിച്ചുള്ള വീഡിയോസ് ഇട്ടാൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസേഷൻ കിട്ടുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി. ഇപ്പൊ ആൾക്കാർക്ക് ഏറ്റവും ക്രേസ് ഉള്ള ഒരു കാര്യമാണ് ഈ AI വീഡിയോസ് എന്ന് പറയുന്നത്. ഇനി AI-നെ കുറിച്ച് അറിഞ്ഞൂടാത്തതായിട്ട് ആരും കാണത്തില്ല, പക്ഷെ ഇൻ കേസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. AI ജനറേറ്റഡ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ച് അവരെന്ത് ചെയ്യും, ഒരു ആനിമേറ്റഡ് വീഡിയോ നമുക്ക് ഉണ്ടാക്കി തരും. അതിനെയാണ് നമ്മൾ ഈ ഒരു AI ജനറേറ്റഡ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് AI വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ട ടൂൾസ് എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഒരു ഫോണാണ്. നമുക്കൊരു ആപ്പ് വേണം. ആപ്പിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോന്റെ ലേറ്റർ പറയുന്നുണ്ട്. ഫ്രീ ആപ്പാണ്, പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് നമുക്ക് ChatGPT വേണം. അതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി അത് ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ ഫോൺ വേണം, നമുക്കൊരു ഐഡിയ വേണം, നമുക്ക് ഈ ഒരു ആപ്പ് വേണം. ഇതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ ഒരു വീഡിയോ എഡിറ്റർ ആപ്പും കൂടെ വേണം, ഇൻഷോട്ടോ ക്യാപ്കട്ടോ എന്തെങ്കിലും. അതും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടോപ്പിക് കണ്ടെത്താം. നമ്മളിപ്പോൾ ഒരു AI ജനറേറ്റഡ് വീഡിയോ ഉണ്ടാക്കുന്നതിന് മുന്നേ ആൾക്കാരിൽ ഒരുപാട് റീച്ച് കിട്ടുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക്, ഒരു കണ്ടന്റ് ഐഡിയ നമ്മൾ കണ്ടെത്താം. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ChatGPT ഒക്കെ യൂസ് ചെയ്യാം. അങ്ങനെ കുറച്ച് ഐഡിയാസ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് ഫസ്റ്റിലേ അങ്ങ് വെക്കാം. എന്നിട്ടാണ് നമ്മൾ ബാക്കി പ്രോസസ്സിലേക്ക് പോകുന്നത്. ഇനി ആപ്പിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ആൻഡ് ഈ ആപ്പ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ പോലും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ട ഇമേജ് റെഫറൻസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഇഷ്ടമുള്ള പോലെ AI വീഡിയോസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്ലിപ്സും 10 സെക്കൻഡ്സ് വെച്ച് മാത്രമേ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് നമ്മൾ ഒരു തവണ ചെയ്യുമ്പോൾ നമുക്ക് 10 സെക്കൻഡ് ഉള്ള ക്ലിപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഷോർട്സ് ആയിട്ടോ റീൽസ് ആയിട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമുക്കത് 3 രീതിയിൽ ചെയ്യാം. 3 തവണയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 10 അങ്ങനെ 30 സെക്കൻഡ്സിന്റെ ഒരു വീഡിയോ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ആപ്പിന്റെ A to Z കാര്യം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ആപ്പിൽ വീഡിയോ ജനറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട പ്രോംപ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒരു ഡയലോഗ് എന്തെങ്കിലും അതിനെ കൊണ്ട് പറയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് ആ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡയലോഗ് ആയിരിക്കും പറയുന്നുണ്ടാവുക. എന്നിട്ട് നമ്മളത് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു വീഡിയോ ജനറേറ്റ് ആയി കിട്ടും. ഇപ്പോഴും ഫേസ് കാണിച്ചുള്ള വീഡിയോ ആണോ ഇടുന്നത്? AI ഉപയോഗിച്ച് വീഡിയോ ഇടുന്നേ. ഈ ജനറേറ്റ് ആയ വീഡിയോ ഈതർ നമുക്ക് അപ്ലോഡ് ടു യൂട്യൂബ് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്ത് ഡയറക്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് യൂസ് വീഡിയോ എന്നുള്ള ഫീച്ചറിൽ കൊടുക്കാം. എന്നിട്ട് ഡയറക്റ്റ് എക്സ്പോർട്ട് ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എക്സ്പോർട്ട് ആയി കിട്ടും. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോയും കൂടെ ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചു തരാം. ഞാൻ ഇവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ജനറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ യൂസ് വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 10 സെക്കൻഡ്സ് അല്ല എക്സ്ട്രാ സെക്കൻഡ്സ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആ പ്ലസ് ബട്ടണിൽ കൊടുത്ത് ജനറേറ്റ് വീഡിയോ കൊടുത്ത് അടുത്ത വീഡിയോ ജനറേറ്റ് ചെയ്യാം. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. സോ ഈ ഒരു ആപ്പിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 30 സെക്കൻഡ് വീഡിയോ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഒരു ദിവസം. അത് കഴിഞ്ഞാൽ അടുത്ത 30 സെക്കൻഡ് വീഡിയോ അടുത്ത ദിവസമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിൽ കിഡ്സിനെ വെച്ചിട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറയാണ് ഐ വോണ്ട് എ ക്യൂട്ട് ബേബി ആനിമേറ്റഡ് ഒരു വീഡിയോ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ഏജ്ഡ് വരുന്ന കുട്ടികളെ വെച്ചിട്ടുള്ള വീഡിയോസ് ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഈ ആപ്പിൽ അലൗഡ് അല്ല. സോ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസും ഈ ആപ്പിലുണ്ട്. അത് പക്ഷേ സ്റ്റിൽ നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുന്നേക്കാളും ഒരു 30 സെക്കൻഡ് വീഡിയോ ആണെങ്കിൽ പോലും നല്ലതല്ലേ. ഇതിന് വേണ്ടിയിട്ടുള്ള ഇമേജ് റെഫറൻസ് എവിടെ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ChatGPT എന്ന് തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക. കാരണം നമ്മളിപ്പോൾ പല പ്രോംപ്റ്റും നമ്മുടെ ChatGPTക്ക് കൊടുത്തിട്ട് നമ്മൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യാറില്ലേ. അപ്പൊ അതേപോലെ നമുക്ക് വേണ്ട ഒരു പ്രോംപ്റ്റ് നമ്മൾ സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്താൽ മതി. ഞാനിപ്പോൾ കൊടുക്കുന്നത് ഐ നീഡ് എ ക്യൂട്ട് ലിറ്റിൽ ഗേൾ വിത്ത് ബിഗ് ചബ്ബി ചീക്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതേപോലെ ഒരു ഇമേജ് ക്രിയേറ്റ് ആയി കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു AI വീഡിയോസ് ഇടുന്നത് ഡയറക്റ്റ് നമുക്ക് മോണിറ്റൈസേഷൻ ഉണ്ടാവില്ല കേട്ടോ. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് ഇതിന് പിന്നിൽ. സോ അപ്പൊ അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതിയാവും. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഫുള്ളി അങ്ങ് ഇടുന്നുണ്ടാവും. ഇത് നമ്മുടെ യൂട്യൂബിന്റെ തന്നെ ഒരു ആപ്പാണ്. ദ ആപ്പ് ഇസ് കോൾഡ് യൂട്യൂബ് ക്രിയേറ്റ്. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. എന്താണെന്നറിയോ, നമുക്ക് നല്ല ക്ഷമ വേണം. ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം നമുക്ക് ഇത്ര ഒരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ഡേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊക്കെ ഒരു ക്ഷമ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ടൈപ്പിംഗ് പ്രൊസീജിയർ എനിക്ക് അത് ഇഷ്ടമല്ല. നമ്മളിപ്പം പ്രോംപ്റ്റ് നമുക്ക് നാച്ചുറലി ഒരു പ്രോംപ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യും.
പക്ഷെ ഇത് അങ്ങനെയല്ല, നമുക്ക് ഉണ്ടാക്കേണ്ട വീഡിയോന്റെ പ്രോംപ്റ്റ് നമ്മളായിരിക്കുമല്ലോ കൊടുക്കേണ്ടത്. അപ്പൊ അത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. പക്ഷെ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോ ഉണ്ടാക്കി കിട്ടത്തുള്ളൂ അല്ലേ. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കൊച്ച് ഇങ്ങനെ ഇതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയും, ഇവള് സ്വന്തമായിട്ട് വല്ല വീഡിയോ ഉണ്ടാക്കിയോ നോക്കാമല്ലോ എന്ന് വിചാരിക്കും. ഞാൻ ഉണ്ടാക്കിയ കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴും ഫേസ് കാണിച്ചുള്ള വീഡിയോ ആണോ ഇടുന്നേ? AI ഉപയോഗിച്ച് വീഡിയോ ഇടുന്നേ? ഇപ്പൊ ചെയ്ത വീഡിയോയിൽ ഞാൻ എന്റെ ഫേസിന്റെ ഒരു ഇമേജ് ആണ് റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫേസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു AI ജനറേറ്റഡ് പിക്ക് കൊടുത്തിട്ട് അത് വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. ദിസ് ഈസ് ടു ഗുഡ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഫസ്റ്റ് നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ ഇത് ക്ലിക്ക് ആവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ കുറച്ച് ദിവസം എടുക്കുമായിരിക്കും, ചിലപ്പോൾ ഒരു മന്ത് എടുക്കുമായിരിക്കും, ചിലപ്പോൾ 3 months എടുക്കുമായിരിക്കും. വാട്ട് എവർ ഹാപ്പൻസ്, ഇഫ് യു കൺസിസ്റ്റന്റ് there will be a result. എൻ്റെ ഒരു ഇതില് നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ചാനൽ, ഇപ്പോൾ യൂട്യൂബ് ചാനലാണെങ്കിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് വീഡിയോ ഇടുന്നെങ്കിലും നമ്മളൊരു പെർട്ടിക്കുലർ നീഷ് ഫോളോ ചെയ്ത് അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ ഇടുന്നത് ഒരു ബ്യൂട്ടി വെൽനെസ്സിന്റെ മാത്രം കണ്ടന്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ ഇടുക. അല്ല നിങ്ങളിപ്പോൾ ഇടുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടന്റ് ആണെങ്കിൽ അങ്ങനെ ഇടുക. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ നീഷ് ഫോളോ ചെയ്താൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. പിന്നെ അങ്ങനെയല്ല പല കണ്ടന്റ്സ് ഇടുന്ന ആൾക്കാരും ഉണ്ട്. അതൊക്കെ അപ് ടു യു. എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്, ഒരു പെർട്ടിക്കുലർ നീഷ് ആണെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും. ഓഡിയൻസിന്റെ ഒരു അറ്റൻഷൻ കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസ് ഇട്ടാൽ തന്നെ ആയിരിക്കും നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുന്നുണ്ടാവുക. അതായത് നമ്മൾ ഫസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 5-6 ഇട്ടു എന്ന് പറഞ്ഞോ ഒന്നും കിട്ടാൻ പോണില്ല. നമ്മൾ അതിനനുസരിച്ചിട്ട് ഒരു റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് അങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി റീച്ച് കിട്ടും ഓഡിയൻസിന്റെ അടുത്ത് നിന്ന്. ഇനി ഞാൻ വേറൊരു ഐഡിയ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ പോയിട്ട് AI ജനറേറ്റഡ് വീഡിയോസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറേ വീഡിയോസ് കിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള വീഡിയോസ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഏത് നീഷിൽ വരുന്നതാണ്. അതായത് ഇപ്പോൾ അതൊരു കേരള സ്റ്റൈൽ വീഡിയോ ആണോ, അല്ലെങ്കിൽ അതൊരു ബ്യൂട്ടി വെൽനെസ് വീഡിയോ ആണോ, അല്ലെങ്കിൽ ക്യൂട്ട് വീഡിയോ ആണോ, ക്യൂട്ട് ബേബീസിന്റെ ആണോ, ക്യൂട്ട് അനിമൽസിന്റെ ആണോ, എന്താണെന്നുള്ളത് നോക്കി വെച്ചിട്ട് ആ അത്രയും റെലവെന്റ് ആയിട്ട് വരുന്ന അങ്ങനത്തെ ടോപ്പിക്സിനെ വെച്ചിട്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ദയവ് ചെയ്ത് ആരുടെയും വീഡിയോ കോപ്പി ചെയ്തിട്ട് അതേപോലെ ഉണ്ടാക്കി അങ്ങ് പോസ്റ്റ് ചെയ്യരുത്. കോപ്പി റൈറ്റ് കിട്ടും. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടേതായ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടേതായ ഒരു പേഴ്സണലൈസ്ഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യുക. മേക്ക് യുവർ സെൽഫ് നമ്മുടേതായ രീതിയിൽ വീഡിയോസ് ഉണ്ടാക്കുക. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇട്ട ഉടനെ തന്നെ ഒന്നും കിട്ടത്തില്ല. കുറച്ച് നാൾ കൺസിസ്റ്റൻസി ഉണ്ടായാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ആദ്യമേ ചാടി കയറി എനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. കൺസിസ്റ്റന്റ് ആയിരിക്കുക, റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പോസ്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ AI വീഡിയോസ് ഇട്ടത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് പൈസ കിട്ടില്ല. അത് ഇടുന്നതിനൊക്കെ കുറച്ച് രീതികളുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം. അപ്പൊ ഈ ഒരു ആപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഓക്കെ, ബൈ.